വെറും 15 മിനിറ്റ് കൊണ്ട് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രകാശത്തിന്റെ അപവർത്തനം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചെടുത്താലോ? സമ്മറി അല്ല, ഷോർട്ട് നോട്ട്സ് ഒന്നുമല്ല, കംപ്ലീറ്റ് ചാപ്റ്റർ നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് പഠിക്കാം. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, പരീക്ഷയിൽ A+ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ സാർ യൂസ്ഫുൾ ആണെന്ന് പറയാം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെയാണ്, റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്താണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ലൈറ്റ് എയറിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വെള്ളത്തിലേക്ക് കയറിയപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോകേണ്ട ലൈറ്റ് ആയിരുന്നു, പക്ഷെ അത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു, ഡീവിയേറ്റ് ചെയ്തു, വ്യതിയാനം സംഭവിച്ചു. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പരിപാടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് വിളിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഈ ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞു വരുന്ന സമയത്തെ ഈ പരിപാടി നടക്കുള്ളൂ. നേരെ മറിച്ച് ലൈറ്റ് നേരെ ഇങ്ങനെ വന്നാലോ, അതായത് ഈ സർഫസുമായി 90 ഡിഗ്രി ആംഗിൾ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലൈറ്റിന് ബെൻഡിങ് നടക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, അത് നേരെ തന്നെ പോകും. അപ്പൊ ചെരിഞ്ഞു വന്നാലേ നടക്കുള്ളൂ എന്നുള്ളവരെ ഒന്നും ഓർത്ത് വെച്ചോളാം. ഇനി ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ മീഡിയത്തിനും, അപ്പൊ എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഓരോ മീഡിയത്തിലൂടെയും ലൈറ്റിന്റെ സ്പീഡ് വേറെ വേറെയാണ്. അതായത് വായുവിലൂടെയും ശൂന്യതയിലൂടെയും ലൈറ്റ് മാക്സിമം സ്പീഡ് ആയിരിക്കും പോവുക, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം സ്പീഡിൽ. എന്നാലും നമ്മൾ വാട്ടറിനെ നോക്കുകയാണെങ്കിൽ സ്പീഡ് കുറച്ചുകൂടി കുറവാണ്. ലൈറ്റ് വാട്ടറിലേക്ക് കടക്കുമ്പോൾ, വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ സ്പീഡ് കുറച്ചുകൂടി കുറവായിരിക്കും. 2.25 × 10⁸ മീറ്റർ/സെക്കൻഡേ ഉള്ളൂ. ഗ്ലാസ്സിലെ ലൈറ്റിന്റെ സ്പീഡ് കുറച്ചും കൂടി കുറവാണ്, 2 × 10⁸ ഉള്ളൂ. ഡയമണ്ടിൽ കയറിയാൽ ലൈറ്റിന്റെ സ്പീഡ് വീണ്ടും കുറവാണ്. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് ഓരോ മീഡിയത്തിൽ ഓരോന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്പീഡ് കുറയുന്നത്? അതിന്റെ കാരണം ഓരോ മാധ്യമത്തിനും ഓരോ മീഡിയത്തിനും ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട്, ഒരു പ്രത്യേക നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, മലയാളത്തിൽ പ്രകാശിക സാന്ദ്രത എന്ന് വിളിക്കും. ഇതിന് മറ്റൊരു പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് വിളിക്കും. എയറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ആണ്, 1 ആണ്. 0 അല്ല, ഏറ്റവും മിനിമം 1 ആണ്. അപ്പോൾ വളരെ മിനിമം ആയതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ സ്പീഡ് നല്ല കൂടുതലാണ്. ഈ നമ്പർ അത്രത്തോളം കൂടുന്നു അത്രത്തോളം ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1.33 വാട്ടറിന്റെ ആയതുകൊണ്ട് അതിന്റെ ലൈറ്റിന്റെ സ്പീഡ് കുറച്ചുകൂടി കുറവാണ്. ഗ്ലാസിന്റെ കുറച്ചുകൂടി കൂടുതല, 1.5 ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം 1.5 ആണ്. അതുകൊണ്ട് ലൈറ്റിന്റെ സ്പീഡ് വീണ്ടും അതിൽ കുറഞ്ഞു. ഡയമണ്ടിന്റെ ഈ ലിസ്റ്റിൽ ഏറ്റവും മാക്സിമം ആണ്, 2.4 ആണ്. അതുകൊണ്ട് ലൈറ്റിന്റെ സ്പീഡ് ഡയമണ്ടിൽ വളരെ വളരെ കുറവാണ്. അപ്പോൾ ഒരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു നോക്കണം. ഓരോ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം കൂടുന്തോറും ആ മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻ ഓർത്ത് വെക്കുക. ഈ നമ്പർ കൂടുന്തോറും ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞായിരിക്കും വരിക എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, പരീക്ഷ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കാം. ഇനി സാർ, ഈ നമ്പേഴ്സും ഈ ഒരു സ്പീഡും തമ്മിൽ കൃത്യമായിട്ടൊരു ബന്ധമുണ്ടോ? കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബന്ധമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോർമുല സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അതായത് ലൈറ്റിന്റെ സ്പീഡ് വാക്യത്തിൽ അഥവാ എയറിൽ അത് മുകളിലിട്ട് കൊടുക്കുക. 3 × 10⁸ ആണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ. ഡിവൈഡഡ് ബൈ ആ മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾ താഴോട്ട് കൊടുക്കുക. അതായത് ബേസിക്കലി N = C/V ആണ്. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. V എന്ന് പറഞ്ഞാൽ ആ മീഡിയത്തിന്റെ ലൈറ്റിന്റെ സ്പീഡ് എത്രയാണോ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ് പരീക്ഷ ചോദ്യം വരിക എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ എടുത്തിട്ടുണ്ട്. ആ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയിൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ചോദിക്കുകയാണ്, എയർ എന്ന് പറഞ്ഞ മീഡിയം തന്നു, എയറിലെ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ എന്നുള്ള കാര്യം തന്നു. എന്നിട്ട് ചോദിക്കുകയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ N = C/V ഫോർമുല ഇടുക. സിന്റെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ആണ്. V എന്ന് പറഞ്ഞാൽ ഇവിടെ തന്ന മീഡിയം ഏതാണോ അതിലെ സ്പീഡ് ഇട്ട് കൊടുക്കുക. അതും 3 × 10⁸ ആണ്. അങ്ങനെയാണ് നമുക്ക് എയറിന്റെ 1 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ഗ്ലാസിന്റെ എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് തരും, 2 × 10⁸ തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? N = C/V ഫോർമുലയിൽ C എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, 3 × 10⁸ ആണ്. Vക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നുള്ള വാല്യൂ ആ മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 3/2 = 1.5 കിട്ടും. 1.5 ആണ് നമ്മുടെ എന്ത് ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ ആ ടേബിളിൽ കണ്ടില്ലേ 1.5 എന്നുള്ള കാര്യം. 1.5 ആണ് ഗ്ലാസിന്റെ. അതേപോലെ വാട്ടറിന്റെ ചോദിച്ചാലോ ഒന്നുമില്ല, സ്പീഡ് അവർ തന്നോളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. N = C/V ഫോർമുല ഇടുക. സിക്ക് പകരം 3 × 10⁸ എടുക്കുക. വിക്ക് പകരം നമ്മുടെ തന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1.33 എന്നുള്ള കാര്യം കിട്ടും. ഇനി ഇങ്ങനത്തെ പരീക്ഷ ചോദ്യം ചോദിച്ചാൽ ഈ വാല്യൂസും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് വാട്ടറിന് 1.33 ആണെന്നും ഗ്ലാസിന്റെ 1.5 ആണെന്നും ഡയമണ്ടിന് 2.4 ആണെന്നും ഓർത്ത് വെച്ചോ. എങ്ങാനും കാൽക്കുലേഷൻ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരം കൊണ്ട് എഴുതി വെച്ചാൽ പോരെ, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ പരീക്ഷയിൽ ചോദ്യം വരും. ഇവിടുന്ന് വേറെ ടൈപ്പ് ചോദ്യം വരാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് ഈസ് 2.4, ഡയമണ്ടിന്റെ അപവർത്തനാങ്കം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, അതിലെ ലൈറ്റിന്റെ വേഗത കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ നേരെ തിരിച്ചാണ് ചോദിക്കുന്നത്, അപവർത്തനാങ്കം തന്നിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ഇതേ ഫോർമുല തന്നെ ഉപയോഗിക്കുക. പക്ഷേ ഇപ്രാവശ്യം ഇത് തന്നിട്ടുണ്ട്, ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ഇതാണ് വേണ്ടത്. അപ്പോൾ ഒന്നുമില്ല, ഇവനെങ്ങോട്ട് കൊണ്ടുപോയി പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സി എന്ന് പറഞ്ഞാൽ 3 10 റേസ്റ്റ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കാൽക്കുലേഷൻ 3/2.4 അത് 30/24 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.25 എന്ന് കിട്ടും. 1.25 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതി വെക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പീഡിന് യൂണിറ്റ് ഉണ്ട് മീറ്റർ/സെക്കൻഡ്, എന്നിന് പക്ഷേ യൂണിറ്റ് ഇല്ല. 2.4 മീറ്റർ എന്നൊന്നുമില്ല, 2.4 തന്നെയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് അപവർത്തനാകുന്നതിന് യൂണിറ്റ് ഇല്ല എന്നുള്ള കാര്യം പഠിച്ചു വെക്കാം. ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ റിഫ്രാക്ഷന്റെ അഥവാ അപവർത്തനത്തിന്റെ ഡെഫിനിഷൻ പരീക്ഷയിൽ ചോദിക്കും. വാട്ട് ഈസ് റിഫ്രാക്ഷൻ, എന്താണ് അപവർത്തനം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക. ബേസിക്കലി ഒരു മീഡിയത്തിൽ നിന്ന് വേറെ മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, ഒബ്ലീക്ലി, ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോകുമ്പോൾ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്യില്ല, ബെൻഡിങ് ഉണ്ടാവില്ല, ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോഴുള്ളൂ അല്ലെ. ആ ചെരിഞ്ഞ് എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്കാണ് ഒബ്ലിക്ലി. അപ്പോൾ ആ ഒരു വാക്ക് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട. ഈ മഞ്ഞ കളറിൽ ഞാൻ ഈ ചാപ്റ്ററിൽ കാണിക്കാൻ പോകുന്ന എല്ലാ ഡെഫിനിഷൻസും നിങ്ങൾ എഴുതി പഠിക്കണം. അത് ഞാൻ വായിച്ച് സമയം കളയാൻ പോകുന്നില്ല ഈ ഒരു വീഡിയോയിൽ, അത് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ട്. ഓക്കെ, റെഡി. ഇനി അടുത്ത് പഠിക്കാനുള്ളത്, ലൈറ്റിന്റെ ഒരു മീഡിയത്തിൽ വേറെ മീഡിയത്തിൽ ലൈറ്റ് പോകുമ്പോൾ ലൈറ്റ് ബെൻഡ് ചെയ്യലോ, 2 രീതിയിൽ ബെൻഡ് ചെയ്യും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് രീതിയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്ന് കൂടിയ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ ഇതാ ഇങ്ങനെ ലൈറ്റ് പോവാണ്. ഇതാണ് ഇൻസിഡന്റ് റേ അല്ലേ. ലൈറ്റ് ഇതിലേക്ക് കടക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ ആവും. ഇങ്ങനെയായിരുന്നു ലൈറ്റ് പോകേണ്ടത്, പക്ഷെ ലൈറ്റ് എങ്ങനെ ആക്ച്വലി പോയത്, ഇങ്ങോട്ടാണ് പോയത്. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കുക. അപ്പം പ്രതിപതന കോണ്, അതായത് ഇതാണ് നമ്മുടെ പതനരശ്മി, ഇതാണ് നമ്മുടെ അപവർത്തന രശ്മി. ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പോകേണ്ട ലൈറ്റ് എങ്ങോട്ടാണ് ബെൻഡ് ചെയ്തത്, ഇങ്ങോട്ടേക്കാണ് ബെൻഡ് ചെയ്തത്. അതായത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഇതിന്റെ ഇടയിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചില്ലേ, 90 ഡിഗ്രി ഉണ്ടാക്കിയുള്ള, അതിന് നമ്മൾ നോർമൽ അഥവാ മലയാളത്തിൽ ലംബം എന്നാണ് വിളിക്കുക. ആ ലംബത്തിന്റെ അടുത്തേക്കല്ലടോ ബെൻഡ് ചെയ്തത്. യെസ്. അപ്പോൾ ആ ഒരു പാറ്റേൺ പഠിച്ചു വെക്കണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും നോർമലിൻ്റെ അടുത്തേക്കായിരിക്കും ബെൻഡ് ചെയ്യുക. ഇതിന് നേരെ റിവേഴ്സ് ആയിരിക്കും സംഭവിക്കുക. അത് ഓർഡർ മാറിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ഇൻസിഡന്റ് റേ ഇങ്ങനെ വരുന്നു, പതനരശ്മി വരുന്നു, ഇങ്ങനെ പോകേണ്ടതായിരുന്നു. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ അപ്പുറത്തേക്കായിരിക്കും പോവുക. അതായത് ഈ നോർമൽ ഇവിടെയാണ്, നോർമലിലേക്ക് അല്ല പോയത്, എവേ ഫ്രം നോർമലാണ് പോയത്. നോർമലിൽ നിന്ന് ലംബത്തിൽ നിന്ന് അകന്നാണ് പോയത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. ഇത് ബേസ്ഡ് ആയിട്ട് എന്തായാലും ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഓർത്ത് വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ്, മസിൽ കൂടുതലാണ്. അപ്പോൾ അവൻ ഈ നോർമലിലേക്ക് അവൻ പിടിച്ച് വലിക്കും. നീ അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ച് വലിക്കും. എന്നാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുള്ള മീഡിയത്തിലേക്ക് ലൈറ്റ് കിടക്കുമ്പോൾ അവന് മസിലൊന്നുമില്ല. അപ്പോൾ അവന് നോർമലിലേക്ക് പിടിച്ച് വലിക്കാനുള്ള മസിലില്ല. നീ ഇങ്ങോട്ട് പോയിക്കോ, നിന്റെ പാട്ട് നോക്കി പോയി, ഞാനില്ലേ, പ്രശ്നമില്ലേ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾ മറക്കില്ല. റിഫ്രാക്ഷൻ ഇന്നെ ഗ്ലാസ് ലാബ് വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു ഗ്ലാസ് ലാബ് ഇങ്ങനെ വരയ്ക്കുക. ലൈറ്റ് ഇങ്ങനെ വരുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്നവൻ കൂടിയ മീഡിയത്തിലേക്കാണ്, അവൻ നോർമലിലേക്ക് പിടിച്ചു വലിക്കും. നോർമൽ ഇവിടെ വരയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നോർമലിലേക്ക് പിടിച്ചു വലിക്കും. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് പോകും. വീണ്ടും ഗ്ലാസ് നിന്ന് എയറിലേക്കാണ് പോകുമ്പോൾ ലൈറ്റ് ഇങ്ങനെ പോകേണ്ടതായിരുന്നു, പക്ഷേ എയറിന് മസിലില്ല. അപ്പോൾ അവന് നോർമലിലേക്ക് പിടിച്ച് വലിക്കാൻ കഴിവില്ല, അവന് അത്ര മസിലില്ല. അപ്പം എവേ ഫ്രം നോർമൽ ഡീവിയേറ്റ് ചെയ്തു പോകും. അപ്പോൾ ഒന്നെങ്കിൽ മനസ്സിലാക്കി പഠിക്കുക, അല്ലെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കുക. എങ്ങനെയാണെങ്കിലും പഠിക്കുക, പരീക്ഷ ചോദിക്കും. അടുത്ത പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്, അന്തരീക്ഷത്തിലെ അപവർത്തനം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫിക്സ്ഡ് അല്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 1 ആണെന്ന്, പക്ഷേ നമ്മുടെ റിയൽ അറ്റ്മോസ്ഫിയറിൽ എയർ ഓരോരോ ഡെൻസിറ്റീസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ മാറി 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 കളിക്കും. ആ മാറി മാറി കളിക്കുന്നതുകൊണ്ട് ഓരോ ലെയറിനും ഓരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയതുകൊണ്ട് ഒരു മീഡിയത്തിൽ നിന്ന്, അതായത് ഒരു ലെയറിന് അടുത്ത ലെയറിലേക്ക് പോകുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്യും, ബെൻഡ് ചെയ്യും. അപ്പോൾ വിത്തിൻ അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിന് ഉള്ളിൽ തന്നെ ഈ ലൈറ്റ് എന്ത് ചെയ്യും, ബെൻഡ് ചെയ്ത് കളിക്കും, അഥവാ റിഫ്രാക്ട് ചെയ്യും, അപവർത്തനം സംഭവിക്കും. അതിനാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ അഥവാ അന്തരീക്ഷ അപവർത്തനം എന്നുള്ളതിൽ വിളിക്കുക. പരീക്ഷയിൽ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞാൽ ഒന്ന് എഴുതി വെക്കുക. ഈ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ്റെ 2-3 ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്, പരീക്ഷയിൽ വരാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് സ്റ്റാറിൻ്റെ പൊസിഷൻ്റെ കാര്യം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആക്ച്വൽ സ്റ്റാർ, നമ്മുടെ രാത്രി കാണുന്ന സ്റ്റാറില്ലേ, ഇവിടെയാണ് വിചാരിക്കുക. അതിന് ലൈറ്റ് പക്ഷേ ഇങ്ങനെ വന്ന് എയറിലെ അഥവാ നമ്മുടെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ എത്തുമ്പോൾ ബെൻഡ് ചെയ്യാൻ തുടങ്ങുമല്ലോ. നേരെ ഇങ്ങനെയല്ല വരിക. അതെന്ത് ചെയ്യും, ആദ്യം ഒന്ന് ബെൻഡ് ചെയ്യും, പിന്നെ ഇങ്ങോട്ട് ബെൻഡ്, അങ്ങോട്ട് ബെൻഡ്, അങ്ങനെ റാൻഡം കുറേ ഡയറക്ഷനിൽ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ ലൈറ്റ് എന്താണ്, ഇങ്ങനെ ആയിരിക്കും എത്തുക. പക്ഷെ നമ്മുടെ കണ്ണിലെത്തുന്ന ലൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുക എന്താണ്, ഈ സ്റ്റാർ ഇങ്ങനെ 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 പോയിട്ട് ഇവിടെയാണ് നമ്മൾ വിചാരിക്കുക മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ അവിടെ ആയിരിക്കും. കാരണം നമ്മുടെ ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ഇവിടുന്നല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണ് പറയും അവിടെയാണ് സ്റ്റാർ. അപ്പോൾ നമ്മൾ സ്റ്റാറിനെ കാണുക ഇവിടെയാണ്. അതിന് നമ്മൾ സ്റ്റാറിന്റെ അപ്പാരന്റ് പൊസിഷൻ എന്ന് വിളിക്കും. പക്ഷെ ആക്ച്വൽ സ്റ്റാർ കുറച്ച് താഴെയായിരിക്കും ഉണ്ടാവും. അപ്പോൾ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കാം ഈ അപ്പാരന്റ് പൊസിഷനും ആക്ച്വൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ വരച്ച് നോക്കുക.
എന്നിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ റിഫ്രാക്ഷൻ, അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് അന്തരീക്ഷ അപവർത്തനം സംഭവിക്കുന്ന ആര് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഈ പിക്ചർ വരയ്ക്കാനോ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, അങ്ങനെയാണ് എളുപ്പമായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു സ്റ്റാറിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തും, ചിലപ്പോൾ തീരെ ലൈറ്റ് നമ്മുടെ കണ്ണിലെത്തില്ല, ചിലപ്പോൾ വീണ്ടും നല്ല ലൈറ്റ് എത്തും, ചിലപ്പോൾ ഒരു മീഡിയം ലൈറ്റ് ആയിരിക്കും എത്തുക. ഈ ഒരു കാര്യം ഭയങ്കര സ്പീഡിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. കുറേ ലൈറ്റ് വരുന്നു, കുറച്ച് ലൈറ്റ് വരുന്നു, കുറേ ലൈറ്റ് വരുന്നു, കുറച്ച് ലൈറ്റ് വരുന്നു, കുറേ അങ്ങനെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്റ്റാറിനെ മിന്നുന്ന പോലെ, ട്വിങ്കിൾ ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാറിനെയും കാരണം എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ ഒന്ന് ഇംഗ്ലീഷിലും ഈ ആൻസർ ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കാം. രണ്ടിനും അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ തന്നെയാണ് കാരണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി ലാസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉള്ളത് നമ്മുടെ സണ്ണിൻ്റെ പൊസിഷനാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ സൂര്യൻ എന്ത് ചെയ്യും? അസ്തമിക്കുക എന്ന് പറയും അല്ലേ? അതായത് നമ്മുടെ ചക്രവാളത്തിൻ്റെ ഹൊറൈസണിൻ്റെ താഴെ പോകുമ്പോഴാണ് അസ്തമിക്കുക. പക്ഷെ റിയാലിറ്റിയിൽ ഈ സൂര്യനെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂര്യൻ ആക്ച്വലി അസ്തമിച്ച് കഴിഞ്ഞിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ്? സൂര്യൻ ആക്ച്വലി അസ്തമിച്ച് കഴിഞ്ഞു, പക്ഷെ അപ്പോഴും നമ്മൾ സൂര്യനെ കാണും. അതിന്റെ കാരണം ലൈറ്റ് സൂര്യന്റെ താഴെ നിന്ന് ഇങ്ങനെ വരികയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ എത്താൻ പാടില്ല, പക്ഷേ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൽ എത്തും. അപ്പൊ നമ്മുടെ കണ്ണെന്താണ്? സൂര്യൻ ഇവിടെ ആയിരിക്കും കാണാം, പക്ഷെ സൂര്യൻ ഓൾറെഡി അസ്തമിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ രാവിലെ ഉദിക്കുന്ന സമയത്തും ആക്ച്വലി ഉദിക്കുന്നത് ഇവിടെ എത്തുമ്പോഴല്ലേ, പക്ഷെ ആക്ച്വലി ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂര്യനെ ആക്ച്വലി കാണും. കാരണം എന്താ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതായത് താഴെ ആവുന്ന സമയത്ത്, ഹൊറൈസണിന് താഴെ ആകുമ്പോഴും ലൈറ്റ് നമ്മുടെ കണ്ണിൽ എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ സൺറൈസ് കാണുകയും ലേറ്റ് ആയിട്ട് സൺസെറ്റ് കാണുകയും ചെയ്യുന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പരീക്ഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ വരയ്ക്കണം. പിക്ചർ വരയ്ക്കാതെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. പിക്ചർ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് കിട്ടും കേട്ടോ. റെഡി. നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ വാട്ടറിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞൊരു മീഡിയത്തിൽ, ഫോർ എക്സാമ്പിൾ എയറിലേക്ക് ലൈറ്റ് കടക്കാൻ വിചാരിക്കാം. ഒരു പ്രത്യേക ആംഗിളിൽ ലൈറ്റ് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, രണ്ടിന്റെ ഇടയിൽ കൂടിയാണ് ലൈറ്റ് പോകുന്നത്. അപ്പുറത്തേക്കും പോകുന്നില്ല, ഇപ്പുറത്തേക്ക് വരുന്നുമില്ല, രണ്ടിന്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തന കോൺ എത്രയാ? അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഇതാണ് റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി. ഇതാണ് നോർമൽ. രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ആംഗിൾ ഇല്ലേ, അതിനെയാണ് നമ്മൾ അപവർത്തന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കുക. അത് 90 ഡിഗ്രി അല്ലേ ഈ ഒരു സന്ദർഭത്തിൽ? അതെ. ഈ ഒരു അപവർത്തന കോൺ 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ ഒരു പതന കോൺ ഉണ്ടാവില്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ഒരു ആംഗിൾ പ്രത്യേകതയില്ലേ? കാരണം ലൈറ്റ് ഇങ്ങനെയല്ലേ പോകുന്നത്. ആ ആംഗിളിനെയാണ് നമ്മൾ വിളിക്കുക ക്രിട്ടിക്കൽ ആംഗിൾ അഥവാ ക്രിട്ടിക്കൽ കോൺ. ഡെഫിനേഷൻ പരീക്ഷ ചോദിക്കും, ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു പിക്ചർ വരയ്ക്കാൻ കൂടി ഒന്ന് സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി ഒരു ഐറ്റം കൂടെ പഠിക്കാനുണ്ട്. അതായത് ഇമാജിൻ ചെയ്യുക, ഈ ഒരു ആംഗിൾ, ക്രിട്ടിക്കൽ ആംഗിൾ, ഇതുള്ള ക്രിട്ടിക്കൽ ആംഗിൾ, അപ്പോൾ ലൈറ്റ് ഇങ്ങനെ പോകും. അപ്പോൾ ഈ ആംഗിൾ നമ്മൾ ഒന്നുകൂടി കൂട്ടിയാലോ? ഒന്നും കൂടി നമ്മൾ ആംഗിളിനെ കൂട്ടിയാൽ, അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതൽ നമ്മൾ ആക്കിയാൽ ലൈറ്റ് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് തന്നെ വരും. അതായത് അപ്പുറത്തേക്ക് പോവില്ല, വാട്ടറിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം. ഇതിന്റെ ഡെഫിനേഷൻ കൂടി പഠിച്ചു വെക്കാം. മലയാളത്തിൽ ഞാൻ കൊടുത്തില്ല, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫസ്റ്റ് വായിച്ചേക്കാം. ഓക്കെ. രണ്ടിന്റെ ഡെഫിനേഷൻ ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ട് മീഡിയത്തിന്റെ, അതായത് വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി ആണെന്നും ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രി ആണെന്നും ഒന്ന് പഠിച്ചു വെച്ചേക്ക്. പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് വളരെ അധികം ഉണ്ട്. ഇതുകൂടാതെ ഈ TIR, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ഷോർട്ട് ഫോമാണ് TIR. 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസും പഠിക്കണം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഫൈബർ നെറ്റ് ഇല്ലേ, ഫൈബർ കേബിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലൂടെ എങ്ങനെയാണ് ലൈറ്റ് എത്തുന്നത്? ലൈറ്റാണ് നമ്മുടെ ഇന്റർനെറ്റ് ആക്ച്വലി ക്യാരി ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത ലൈറ്റ് ആണെന്നേ ഉള്ളൂ അല്ലെ, റേഡിയോ വേവ്, മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണെന്നേ ഉള്ളൂ. എനിവേ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിൽ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനമാണ് നടക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? ഈ ഒരു ഫൈബർ കേബിളിന്, ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ 2 മെയിൻ പാർട്സ് ഉണ്ട്. ഒരു ഇന്നർ കോർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട്, ആന്തര കോർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, പിന്നെ പുറത്തൊരു ക്ലാഡിംഗ് ഉണ്ട്. ഈ ഒരു ഇന്നർ കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, വെള്ളത്തിനെ പോലെ ആയിരിക്കും ഉണ്ടാവുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ആൻഡ് പുറത്തുള്ള ക്ലാഡിങ്ങിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ എയറിനെ പോലെ ആയിരിക്കും. ഒരു പ്രത്യേക ആംഗിളിനെക്കാളും കൂടുതൽ, അതായത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാണ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലൈറ്റ് വരുന്നതെങ്കിൽ ലൈറ്റ് അപ്പുറത്തേക്ക് പോവോ? അപ്പുറത്തേക്ക് പോവില്ല, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും, TIR സംഭവിക്കും. വീണ്ടും ആ ആംഗിളിനെക്കാളും കൂടുതലാണെങ്കിൽ വീണ്ടും TIR അങ്ങനെ TIR സംഭവിച്ചാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാക്സിമം സ്പീഡിൽ എത്താൻ പറ്റുന്നത് നമ്മുടെ സിഗ്നലിനൊക്കെ. നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് ഭയങ്കര കൂടുതൽ. ഇതുകൂടാതെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് മിറാജ് എന്ന് പറഞ്ഞത്. മിറാജ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ യാത്ര
ചെയ്യുന്ന സമയത്ത്, ഹൈവേയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ഇങ്ങനെ പാച്ച് എന്ത് ചെയ്യും റോഡിൽ കാണുന്നുണ്ടാവും അല്ലേ. ഇതിന് കാരണം TIR തന്നെയാണ്. അതിന് കാരണം വളരെ സിമ്പിളാണ്. നല്ല ചൂടുള്ള ദിവസം ഈ റോഡിൻ്റെ അടുത്തുള്ള ഈ എയർ അല്ലേ, റോഡിൻ്റെ മുകളിലുള്ള എയർ, അതിൻ്റെ റിഫ്രാക്റ്റൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ലൈറ്റ് എന്ത് ചെയ്യും, ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് റിഫ്രാക്റ്റൻസ് കുറവുള്ള മീഡിയത്തിലേക്കല്ലേ കിടക്കുന്നത്. എവേ ഫ്രം നോർമൽ ബെൻഡിയും എവേ ഫ്രം നോർമൽ ബെൻഡിയും, അങ്ങനെ ഒരു പ്രാവശ്യം കൂടി എവേ ഫ്രം നോർമൽ ബെൻഡ് ചെയ്ത് ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലോ അപ്പോൾ എന്ത് സംഭവിക്കും, ലൈറ്റ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നടക്കും. അതായത് ലൈറ്റ് താഴേക്ക് പോകുന്നതിന് പകരം തിരിച്ചെന്ത് എയറിലേക്ക് നിങ്ങളുടെ കണ്ണിലേക്ക് വരും. പക്ഷെ നിങ്ങളുടെ കണ്ണ് കാണുന്ന ഈ മരത്തിനെ എവിടെയായിരിക്കും, നിങ്ങളുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ കണ്ണ് പറയും ഇത് താഴെയാണ് മരം, അതായത് റോട്ടിലാണ് മരം എന്ന് പറയും. ഇങ്ങനെ നിങ്ങൾ നോക്കുന്ന മരം നിങ്ങൾ റോട്ടിലായിരിക്കും കാണാം. അപ്പോൾ റോട്ടിൽ നമ്മൾ മരം കാണാൻ പൊതുവെപ്പോഴാണ്, റോട്ടിലെ സാധനങ്ങൾ നമ്മൾ കാണാം എന്തിന്, വാട്ടർ ബോഡിയുള്ള സമയത്താണ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും, ബ്രെയിൻ നമ്മളെ പറ്റിക്കും. ആ താഴെ ഒരു മരം ഒരിക്കലും വരാൻ പാടില്ലല്ലോ, അപ്പോൾ അവിടെ വെള്ളം ഉണ്ടെന്നുള്ള നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ വെള്ളം ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണ്, TIR ആണെന്ന കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഇതൊന്ന് എഴുതാനും കൂടി പഠിച്ചു വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ. പക്ഷെ വരയ്ക്കാനും എന്തായാലും പഠിക്കണം കേട്ടോ, സിമ്പിളായിട്ട് വെച്ചാൽ മതി. മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ സൈക്കിളിലൊക്കെ ഉള്ള റിഫ്ലക്ടേഴ്സ്. റോഡിന്റെ സൈഡിലെ റിഫ്ലക്ടേഴ്സ് എന്നൊക്കെ ബേസിക്കലി ഒരു പ്രിസമാണ്. ഈ പ്രിസത്തിന്റെ പ്രത്യേകത ലൈറ്റ് അതിലേക്ക് വരുമ്പോൾ ഈ 45 ഡിഗ്രി ആംഗിളിലാണ് കയറുക. നമുക്കറിയാം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. അപ്പോൾ 42 ഡിഗ്രിനെക്കാളും കൂടുതലല്ലേ 45 ഡിഗ്രി. അപ്പോൾ ലൈറ്റ് സംഭവിക്കും, TIR സംഭവിക്കും, ഇങ്ങോട്ടേക്ക് വരും, വീണ്ടും 45 ഡിഗ്രിയിലാണ് ഇവിടെ എത്തുക. ഈ ആംഗിളും 45 ഡിഗ്രിയാണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ലൈറ്റ് TIR സംഭവിച്ച് ലൈറ്റ് പുറത്തേക്ക് വരും. അതായത് ഉള്ളിൽ കയറുന്ന ലൈറ്റ് മൊത്തം പുറത്തേക്കായിരിക്കും വരും, അപ്പുറത്തേക്ക് കടന്നു പോയില്ല. ഇതിങ്ങനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ കാണാൻ ഭയങ്കര ഈസി ആയിരിക്കും. ലാസ്റ്റ് ആപ്ലിക്കേഷനാണ് പെരിസ്കോപ്പ്. നമ്മുടെ ഈ ഒരു സമ്മറി എന്ന് പറഞ്ഞ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടി ഫ്ലോട്ട് ചെയ്യുന്ന സാധനമല്ലേ, അതിലേക്ക് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീ സർഫസിന്റെ, ഇത് സീ സർഫസ് ആണ്, അതിന്റെ മുകളിലുള്ള മരങ്ങളും ബാക്കിയുള്ള ഷിപ്പിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പെരിസ്കോപ്പിനുള്ളിൽ 2 പ്രിസമാണുള്ളത്. ഇവിടെ ഒരു പ്രിസം ഉണ്ടാവും ഇങ്ങനെ ഒരു ഷേപ്പിൽ, ഇവിടെ വേറൊരു പ്രിസം ഉണ്ടാവും. 2 പ്രിസത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നേരത്തെ ഉള്ള പോലെ തന്നെ ലൈറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും, ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിരിക്കും, TIR സംഭവിക്കും. ഇവിടെ എന്ത് ചെയ്യും, അതേപോലെ തന്നെ 42 ഡിഗ്രികളും കൂടുതലായിരിക്കും, TIR സംഭവിക്കും. അതായത് 2 പ്രാവശ്യം TIR സംഭവിച്ച് ഈ മരത്തിന്റെ ലൈറ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മരത്തിന് നമുക്ക് എന്ത് ചെയ്യും, താഴെയുള്ള നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് പെരിസ്കോപ്പ് എന്നുള്ള കാര്യം വിളിക്കുക. അപ്പോൾ ഇതൊക്കെ TIRന്റെ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷനാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് 1 മാർക്ക് പോലും മിസ്സാകാൻ പോകുന്നില്ല. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഈ ചാപ്റ്ററിന് ആദ്യമുള്ള കാര്യങ്ങളാണ്, പിന്നെ അവസാനം പറഞ്ഞ TIR-ഉമാണ്. ഇതെന്തായാലും പഠിച്ചു വെക്കുക, തീർച്ചയായും പരീക്ഷ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്തേക്കണം, അവർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ബൈ ബൈ, എല്ലാവർക്കും പരീക്ഷയ്ക്ക് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.